Good morning, students. Welcome back to English classroom. In the 109th പേജിൽ the grain as big as a hen's egg എന്ന് പറയുന്ന കഥയുടെ മൂന്നാമത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ പ്രത്യേക തരത്തിലുള്ള ധാന്യത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണം രാജാവ് തുടരുകയാണ്. ആദ്യം കൊണ്ടുവരപ്പെട്ട കർഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ബോധ്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ അച്ഛനോട് ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ രാജാവ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. The king sent for the old man's father, and he was brought before him. He came walking on one crutch. The king showed him the grain, and the old peasant, who was still able to see, took a good look at it. The king sent for the old man's father. നമ്മുടെ രാജാവ് ആ വയസ്സനായ മനുഷ്യൻ്റെ അച്ഛനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞയച്ചു. ആൻഡ് ഹി വാസ് ബ്രോഡ് ബിഫോർ ഹിം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഹി കെയിം വാക്കിംഗ് ഓൺ വൺ ക്രച്ച്. അച്ഛൻ വന്നപ്പോൾ അദ്ദേഹം ഒരു ഊന്നുവടിയുടെ സഹായത്തിലാണ് വന്നത്. നമുക്കറിയാം, ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ രണ്ട് ഊന്നുവടിയിന്മേലാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛന് വന്നപ്പോൾ ഒരു ഊന്നുവടിന്മേലാണ് വരുന്നത്. ദ കിങ് ഷോഡ് ഹിം. നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ദ ഗ്രെയിൻ, ധാന്യം, ആൻഡ് ദ ഓൾഡ് പേഴ്സൺ ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ. അപ്പോൾ ഈ വന്യവയോധികനായിട്ടുള്ള ഈ കർഷകൻ ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്. അദ്ദേഹത്തിന് നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു, നന്നായിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. And the king asked him, "Can you tell us, old man, where a corn like this used to grow? Have you ever bought anything like it or sown it in your fields?" And the king asked him. അങ്ങനെ നമ്മുടെ രാജാവ് ആ വൃദ്ധനോട് ചോദിക്കുകയാണ്, "Can you tell us, old man, നമ്മോട് പറയാൻ കഴിയുമോ താങ്കൾക്ക്, where a corn like this used to grow? എവിടെയാണ് ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ വളരുന്നത് എന്ന്, കൃഷി ചെയ്യുന്നത് എന്ന്? ഹാവ് യു എവർ ബോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ്? ഇതുപോലെയുള്ള ധാന്യങ്ങൾ താങ്കൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? താങ്കളുടെ വയലുകളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? The old man was rather hard of hearing. He could hear better than his son. എന്നിരുന്നാലും നമ്മുടെ ഈ വയസ്സനായ ഈ മനുഷ്യൻ, കർഷകൻ, അദ്ദേഹം തൻ്റെ മകനേക്കാൾ നന്നായി കേൾവിയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത്. "No," he said, "I never saw nor reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. Everyone grew his own corn, and when there was any need, we shared with one another. I do not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain, but I never saw any like this." "No, ഇല്ല, ഞാൻ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ കൊയ്യുകയോ ഒന്നും വിതയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാജാവിനോട് കർഷകൻ പറഞ്ഞു. ഹി സെഡ്, അദ്ദേഹം പറയുകയാണ്, "ഐ നെവർ സോഡ്," ഞാൻ വിതച്ചിട്ടില്ല. "നോ റീപ്ഡ്," ഞാൻ കൊയ്തിട്ടില്ല. "എനി ഗ്രെയിൻ ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്," എൻ്റെ വയലിൽ ഇതുപോലെയുള്ള ധാന്യങ്ങൾ വിതക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. "ആസ് ഫോർ ബൈയിങ്, ഐ നെവർ ബോട്ട് എനി," ഇതുപോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒന്നും ഞാൻ വാങ്ങിയിട്ടുമില്ല. "ഫോർ ഇൻ മൈ ടൈം," എൻ്റെ സമയത്ത്, ഞങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ, "മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്," ഞങ്ങളുടെ കാലത്ത് കാശ് ഉപയോഗത്തിലില്ലായിരുന്നു. "എവറി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ," എല്ലാവരും അവർക്ക് വേണ്ട ധാന്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. "ആൻഡ് വെൻ ദർ വാസ് എനി നീഡ്, വി ഷെയർഡ് വിത്ത് വൺ അനദർ," ആർക്കെങ്കിലും ധാന്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. "ഐ ഡു നോട്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് ഗോൺ ഗ്രൂ," ഇതുപോലെയുള്ള ധാന്യങ്ങൾ എവിടെയാണ് വളരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. "ഓurs വാസ് ലാർജർ ആൻഡ് yielded more flour than the present day grain," നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഇപ്പോഴുള്ള നിലവിലുള്ള ധാന്യങ്ങളെക്കാളേറെ
പൊടി തരുന്ന പൊടിയുള്ള പൊടിയുള്ളതും വലുതുമായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ബട്ട് ഐ നെവർ സോ എനി ലൈക്ക് ദിസ്, ഇതുപോലെയുള്ള ഒരു ധാന്യത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. I have, however, heard my father say that in his time the grain grew larger and yielded more flour. ഞാൻ എന്നിരുന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറയുന്നതായിട്ട്, എൻ്റെ അച്ഛൻ്റെ കാലത്ത് ഇതിനേക്കാളേറെ വലുതും കൂടുതൽ പൊടി തരുന്നതുമായിട്ടുള്ള ധാന്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ അച്ഛന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹിം. താങ്കൾക്ക് എൻ്റെ അച്ഛനോട് ചോദിക്കുകയായിരിക്കും നല്ലത്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ എന്താ ചെയ്യുക? So the king sent for the old man's father. They found him and brought him before the king. He entered walking easily and without crutches. His eyes were clear, his hearing good, and he spoke distinctly. The king showed him the grain, and the old grandfather looked at it and turned it about in his hand. So the king sent for the old man's father. അങ്ങനെ ഈ വയോധികനായ ഈ മനുഷ്യൻ്റെ അച്ഛനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആളെ വിട്ടു രാജാവ്. ദേ ഫോണ്ട് ഹിം, ഭടന്മാർ അദ്ദേഹത്തെ കണ്ടെത്തി. ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്, അദ്ദേഹത്തെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ഹി എൻറ്റേർഡ് വാക്കിംഗ് ഈസിലി, അദ്ദേഹം വളരെ എളുപ്പത്തിലാണ്, അദ്ദേഹം വളരെ പ്രയാസം കൂടാതെയാണ് അദ്ദേഹം രാജസന്നിധിയിലേക്ക് കടന്നു വന്നത്. ആൻഡ് വിത്തൗട്ട് ക്രച്ചസ്, ഊന്നുവടികളുടെ ഒന്നും സഹായമില്ലാതെ. ഹിസ് ഐസ് വർ ക്ലിയർ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ തെളിഞ്ഞതായിരുന്നു. ഹിസ് ഹിയറിംഗ് ഗുഡ്, അദ്ദേഹത്തിന് നന്നായിട്ട് കേൾവി ശക്തി ഉണ്ടായിരുന്നു. ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി, അദ്ദേഹം വളരെ വ്യക്തമായി സംസാരിക്കുമായിരുന്നു. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ, നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് ധാന്യം കാണിച്ചു കൊടുത്തു. ആൻഡ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ്, മുത്തച്ഛൻ അതിലേക്ക് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് അബൌട്ട് ഇൻ ഹിസ് ഹാൻഡ്, അദ്ദേഹം തൻ്റെ കയ്യിലിങ്ങനെ ആ ധാന്യം ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കി. It is long since I saw such a fine grain, said he, and he bit a piece off and tasted it. It is long since I saw such a fine grain. ഇത്രയും നല്ല ധാന്യം കണ്ടിട്ട് വളരെ നാളായിട്ടുണ്ട്. ഞാൻ ഇത്രയും നല്ല ധാന്യം കണ്ടിട്ട് വളരെ നാളായിട്ടുണ്ടല്ലോ. സെഡ് ഹി, അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്, അദ്ദേഹം അതിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒരു കഷ്ണം ഭക്ഷിക്കുകയും ടേസ്റ്റ് നോക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് ദ വെരി സെയിം കൈൻഡ്, ഹി ആഡഡ്, ഇത് ഒരേ തരത്തിലുള്ളതാണല്ലോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നമുക്കിന്ന് 4-ാമത്തെയും 5-ാമത്തെയും ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട്. 4-ാമത്തെ ചോദ്യം, ഫോർ ഇൻ മൈ ടൈം മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്. എൻ്റെ കാലത്ത് കാശ് ഉപയോഗത്തിലില്ലായിരുന്നു. ഹൗ വുഡ് ദ പീപ്പിൾ ഹാവ് ഗോട്ട് ദ ഗ്രെയിൻ ദേ വാണ്ടഡ്. പിന്നെ എങ്ങനെയായിരിക്കും ആളുകൾക്ക് വേണ്ട ധാന്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുണ്ടാവുന്ന ധാന്യങ്ങൾ എങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ഉത്തരം എന്താണ്? 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ദേ വുഡ് ഹാവ് എക്സ്ചേഞ്ച്ഡ്, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. ദെയർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അവരുടെ കാർഷികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. വിത്ത് അതർ ഫാമേഴ്സ്, മറ്റ് കർഷകരോട് കൂടെ. മനസ്സിലായല്ലോ? അങ്ങനെയായിരിക്കും അവർക്ക് വേണ്ട ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരിക്കുക. 5-ാമത്തെ ചോദ്യം, വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പെസൻറ്റ്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ വയസ്സനായ കർഷകനിലും പിന്നെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനിലും കണ്ട വ്യത്യാസം എന്താണ്? ദ ഗ്രാൻഡ് ഫാദർ കുഡ് വർക്ക് ഈസിലി വിതൗട്ട് ക്രച്ചസ്. മുത്തച്ഛന് ഊന്നുവടികളുടെ സഹായം കൂടാതെ നടക്കാൻ കഴിയും. ഹിസ് ഐസ് വർ ക്ലിയർ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ വ്യക്തമായിരുന്നു. ഹിസ് ഹിയറിംഗ് ഗുഡ്, അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി വളരെ നല്ലതായിരുന്നു. ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി, വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അൺലൈക്ക് ഹിസ് ഗ്രാൻഡ് സൺ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയേക്കാളും നന്നായിട്ട്
ഓക്കെ, ഇത്രയുമാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാനുള്ളത്. നോട്ട്സുകൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതി ഇന്ന് തന്നെ സാറിന് അയച്ചു തരിക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.